السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായം സൂറത്തു അൽ ഹിജ്റിലെ 1 മുതൽ 42 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. മനുഷ്യരെ മുഴുവൻ ഞാൻ വഴിതെറ്റിക്കുമെന്നും എന്നാൽ അള്ളാഹുവിനാൽ ഇഖ്ലാസ് നൽകപ്പെട്ട മുഖ്ലസീങ്ങളായ അടിമകളെ അവരുടെ മേൽ എനിക്ക് യാതൊരു ആധിപത്യവും ഉണ്ടാവുകയില്ല എന്നും ഇബ്ലീസ് പറഞ്ഞപ്പോൾ, അതാണ് എൻ്റെ അഥവാ എന്നിലേക്കുള്ള നേരായ മാർഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും അള്ളാഹുവിനെയും റസൂലിനെയും പിൻപറ്റുന്നവരാണ് സിറാത്തുൽ മുസ്തഖീമിൽ ഉണ്ടായിരിക്കുക എന്നും, അതിന് വിപരീതമായി ഇബ്ലീസ് പറയുന്നത് കേട്ട് ഇബ്ലീസിൻ്റെ കാൽപാദങ്ങളെ പിൻപറ്റുന്ന ആളുകൾ, ആ ആളുകളുടെ മേലാണ് ഇബ്ലീസിന് അധീശത്വമുണ്ടാവുക, അധികാരമുണ്ടാവുക, പ്രാമാണികത ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതാണ് 42-ാമത്തെ ആയത്തിൽ നാം കണ്ടത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വചനങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ. ലഹാ സബ്അതു അബ്വാബ്. ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ. ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. ونزعنا ما في صدورهم من غل إخوانا على سرر متقابلين. لا يمسهم فيها نصب وما هم منها بمخرجين. نبئ
عبادي أني أنا الغفور الرحيم. وأن عذابي هو العذاب الأليم. ونبئهم عن ضيف إبراهيم إذ دخلوا عليه فقالوا سلاما قال إنا منكم وجلون قالوا لا توجل إنا نبشرك بغلام عليم قال أبشرتموني على أن مسني الكبر فبم تبشرون قالوا بشرناك بالحق فلا تكن من القانطين قال ومن يقنط من رحمة ربه إلا الضالون. വഴിപിഴച്ചവരിൽ നിന്ന് പിശാചിനെ പിൻപറ്റുന്ന ആളുകൾ, അവരുടെ മേലാണ് ശൈത്താന് ആധിപത്യമുണ്ടാവുക. അവരാണ് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിയവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വ ഇന്ന ജഹന്നമ, തീർച്ചയായും കത്തിയാളുന്ന നരകം, ലമൗഇദുഹും, അവരുടെ വാസസ്ഥലമായിരിക്കും. മൗഇദ് എന്ന് പറഞ്ഞാൽ നിർണയിക്കപ്പെട്ട സ്ഥലം, വഅദ് ചെയ്യപ്പെട്ട, വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്ഥലം, കരാറ് ചെയ്യപ്പെട്ട സ്ഥലം, സങ്കേതം, നിർണയിക്കപ്പെട്ട സമയം എന്നൊക്കെ മൗഇദ് എന്ന വാക്കിന് അർത്ഥമുണ്ട്. സ്ഥലം, നിർണയിക്കപ്പെട്ട സ്ഥലം, നിർണയിക്കപ്പെട്ട സമയം എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ഇവിടെ ഉദ്ദേശം അവരുടെ നിർണയിക്കപ്പെട്ട ആ ഒരു സ്ഥലം, അവസാന കേന്ദ്രം, അത് നരകമായിരിക്കും. അജ്മഈൻ, അവരുടെ എല്ലാവരുടെയും, അഥവാ പിശാചിനെ പിൻപറ്റിയ മുഴുവൻ ആളുകളും അവരുടെ വാസസ്ഥലം നരകമായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സിറാത്തുൽ മുസ്തഖീം നേരായ വഴിയാണ്, അതിൻ്റെ ഇടത്തോട്ടും വലത്തോട്ടും വഴികളുണ്ട്, ഓരോ വഴികളിലേക്കും ക്ഷണിക്കുന്ന ശൈത്താനുമുണ്ട്. ആ വഴികളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ്, ഇല്ലാ വാഹിദ, ഒരു വിഭാഗം ഒഴികെ എന്നാണ്. അപ്പോൾ സിറാത്തുൽ മുസ്തഖീമിലുള്ള വിഭാഗം ഒഴികെ ബാക്കി എല്ലാവരുടെയും വാസസ്ഥലം നരകമായിരിക്കും. ശ്രദ്ധിക്കുക. സൂറത്തുൻ നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ
വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. ആരാണോ സന്മാർഗം വന്നു കിട്ടിയതിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിര് പ്രവർത്തിക്കുന്നത്, സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്യുന്നത്, അഥവാ നബിയുടെ സുന്നത്തിനെയും സ്വഹാബത്തിൻ്റെ മൻഹജിനെയും ആരാണോ കൈയൊഴിയുന്നത്, കാരണം അതാണ് സിറാത്തുൽ മുസ്തഖീം, അത് കൈയൊഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ശൈത്താൻ്റെ വഴിയിലേക്കാണ്. അങ്ങനെ പോയാൽ നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞിടത്തേക്ക് അവനെ നാം തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, പിന്നീട് അവനെ ഞാൻ നരകത്തിലിട്ട് കരിക്കുന്നതാണ്, എരിക്കുന്നതാണ്. വസാഅത് മസീറ, അതത്ര മോശമായ സങ്കേതമാണ്. അപ്പോൾ മൻഹജിൽ നിന്ന് തെറ്റിപ്പോവുക എന്നുള്ളത്, ശരിയായ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോവുക എന്നുള്ളത് നരകത്തിലേക്ക് പോവുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വ ഇന്ന ജഹന്നമ, നിശ്ചയമായും കത്തിയാളുന്ന നരകം, ലമൗഇദുഹും, അവരുടെ എല്ലാവരുടെയും വാസസ്ഥലമാണ്, അജ്മഈൻ, മുഴുവൻ പിഴച്ച കക്ഷികളുടെയും. എല്ലാ പിഴച്ച കക്ഷികൾക്കും പോകാനുള്ളത് നരകത്തിലേക്കാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തൻ്റെ ഖുതുബയിൽ പറയാറുള്ളത്, ഫഇന്ന അഹ്സനൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. നബിയുടെ ചര്യയാണ് ഏറ്റവും നല്ല ചര്യ. കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് ബിദ്അത്തുകളാണ്, മുഹ്ദസാത്തുകളാണ്. മുഹ്ദസാത്തുകൾ വഴികേടാണ്, വഴികേടുകളെല്ലാം നരകത്തിലാണ്. വ ഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലഹ, നരകത്തിനുണ്ട്, സബഅതു അബ്വാബിൻ, 7 വാതിലുകളുണ്ട്. ബാബിൻ്റെ ജംആണ് അബ്വാബ്. നരകത്തിന് 7 വാതിലുകളുണ്ട്, സ്വർഗത്തിന് 8 വാതിലുകളുമാണുള്ളത്. ലികുല്ലി ബാബിൻ, ഓരോ വാതിലിനുമുണ്ട്, മിൻഹും, അവരിൽ നിന്ന്, ജുസുഉൻ, ഒരു സംഘം, ഒരു പാർട്ട്, മഖ്സൂം, ഓഹരി വെക്കപ്പെട്ട, നിർണയിക്കപ്പെട്ട. ഖസമ യഖ്സിമു ഖസ്മൻ എന്ന് പറഞ്ഞാൽ വിഭജിക്കുക. അപ്പോൾ വിഭജിക്കപ്പെട്ട ഓരോ ഗ്രൂപ്പുകളും ഉണ്ടാകും. ഓരോ വാതിലിലൂടെയും പ്രവേശിക്കാൻ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടാകും. അങ്ങനെ 7 വാതിലുകൾ. 7 വാതിൽ എന്ന് പറയുമ്പോൾ ഈ 7 വാതിലുകൾ മാത്രമാണോ? അല്ല, ഇത് പ്രധാനപ്പെട്ട വാതിലുകളാണ്. അത് സ്വർഗവാതിലിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ്. സ്വർഗത്തിന് 8 വാതിലുകളുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് മെയിൻ വാതിലുകളാണ്, സ്വർഗത്തിലേക്കുള്ള എൻട്രൻസിൻ്റെ വാതിലുകളാണ്. അതിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരുപാട് വാതിലുകളുണ്ട് എന്നാണ് നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് പ്രധാനപ്പെട്ട വാതിലുകളാണ്, പ്രവേശന വാതിലുകളാണ്. അതേപോലെ തന്നെ നരകത്തിന് 7 വാതിലുകളുണ്ട്. ഈ 7 വാതിലുകളും പ്രധാനപ്പെട്ട വ്യത്യസ്ത ഗ്രൂപ്പുകൾക്ക് പ്രവേശിക്കാനുള്ളതാണ്. അതിൽ പിന്നീട് അതിൻ്റെ ഉപവിഭാഗമനുസരിച്ച് വേറെ വേറെ വാതിലുകൾ ഉണ്ടാകും. എന്നു മാത്രമല്ല, ഓരോ നരകാവകാശിയും, ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, ഓരോ നരകാവകാശിയും സെപ്പറേറ്റ് ആയിട്ടാണ് ശിക്ഷിക്കപ്പെടുന്നത്. ഓരോരുത്തർക്കും ഓരോ പ്രത്യേക ജയിലുകൾ ഉണ്ടാകുമെന്നാണ്, ബോക്സ് പോലെയുള്ളത്. അവർ ശിക്ഷിക്കപ്പെടുന്നത് മറ്റുള്ളവർ കാണുകയില്ല, അവർക്ക് മറ്റുള്ളവരെയും കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ, കാണുന്ന സന്ദർഭങ്ങളുണ്ട്, കാണാത്ത സന്ദർഭങ്ങളുണ്ട്. പ്രത്യേക താബൂക്കുകളിലായി, പ്രത്യേക പെട്ടികളിലായി ഒക്കെ, പ്രത്യേക ജയിലുകളിലായി അവർ ശിക്ഷിക്കപ്പെടുന്നതാണ്. വല്ലാഹുൽ മുസ്തആൻ. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആ നരകാഗ്നിയിൽ നിന്ന്. അപ്പോൾ ലഹാ സബഅതു അബ്വാബിൻ, നരകത്തിന് 7 വാതിലുകളുണ്ട്. ലികുല്ലി ബാബിൻ, ഓരോ വാതിലിലേക്കും, മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്ന്, ജുസുഉൻ, ഒരു സംഘമുണ്ടാകും, ഗ്രൂപ്പ് ഉണ്ടാകും, മഖ്സൂം, അവർ ഓഹരി വെക്കപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞാൽ ഷിർക്കിൻ്റെ ആളുകൾ, നിരീശ്വരവാദികൾ, ബിദ്അത്തിൻ്റെ ആളുകൾ, മുനാഫിഖുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. മുനാഫിഖുകൾ നരകത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലാണ്. അതിൻ്റെ അർത്ഥം ഈ താഴെത്തട്ടിൽ മുനാഫിക്കുകൾ മാത്രമാണ് എന്നാണോ? അല്ല, മറിച്ച് മുനാഫിക്കുകളും ഏറ്റവും താഴെയായിരിക്കും അവിശ്വാസികളുടെ കൂടെ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഈ ഓരോ വാതിലിൻ്റെ പ്രത്യേകത എന്താണ്? ഇബ്നു ജരീർ അത്ത്-തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീർ രേഖപ്പെടുത്തി, ലഹാ സബഅതു അബ്വാബ് ഐ ലി ജഹന്നമ സബഅതു അത്ബാഖ്.
7 തട്ടുകളാണ്. 7 തട്ടുകളാണ്. അതാണ് ഫിദ്ദർക്കിൽ അസ്ഫൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിത്തട്ടുണ്ട്, അതിൻ്റെ മേലെ, അതിൻ്റെ മേലെ, അതിൻ്റെ മേലെ, അങ്ങനെ 7 തട്ടുകളാണ്. ഓരോ തട്ടുകളിലും ഓരോ വിഭാഗമാണ്. ഓരോ വിഭാഗത്തിനും പോകാൻ ഓരോ വാതിലുകളാണ്, പ്രധാന വാതിലുകൾ, എൻട്രൻസ്. അപ്പോൾ ഒരൊറ്റ ബിൽഡിങ്ങിൽ 7 വാതിലുള്ളത് പോലെയല്ല ഫീൽ ചെയ്യുക, തട്ടുകളായിട്ട്, അടുക്കുകളായിട്ടാണ് ഉണ്ടാവുക. ആ ഓരോ അടുക്കുകൾക്കും ഓരോ വാതിലുകൾ. യഅനി മിൻ അത്ബാഇ ഇബ്ലീസ ജുസ്ഉൻ, ഇബ്ലീസിനെ പിൻപറ്റിയവരിൽ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടാകുമെന്നാണ്. കാരണം അതിൻ്റെ തൊട്ടു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനുൻ ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ വ ഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ ലഹാ സബഅതു അബ്വാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. ഇതൊക്കെ ശൈത്താനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് പറഞ്ഞതാണ്. നിന്നെ പിൻപറ്റുന്ന മുഴുവൻ ആളുകളെയും നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. നരകത്തിന് 7 തട്ടുകളുണ്ട്, ഓരോന്നിലും ഓരോ പ്രത്യേക ജുസുകളുണ്ട് എന്ന് പറഞ്ഞാൽ യഅനി മിൻ അത്ബാഇ ഇബ്ലീസ ജുസുഉൻ യഅനി ഖിസ്മൻ വനസീബൻ മഖ്സൂമ. ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാകുമെന്നാണ്. ഇബ്ലീസിനെ പിൻപറ്റുന്നവർ എല്ലാവരും ഒരുപോലെയല്ല. അതുകൊണ്ടാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇബ്ലീസിന് വ്യത്യസ്ത തന്ത്രങ്ങളുണ്ട് മനുഷ്യനെ വഴിതെറ്റിക്കാൻ. ആദ്യം ഇബ്ലീസ് ശ്രമിക്കുന്നത് തൗഹീദിൽ പിഴവുണ്ടാക്കാനാണ്. ഒരാളെ ശിർക്ക് ചെയ്യിപ്പിക്കാനാണ് ഇബ്ലീസ് ശ്രമിക്കുക. അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഇബ്ലീസ് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവൻ്റെ മിഷൻ അതിൽ അവൻ വിജയിച്ചു എന്നാണ് ഇബ്ലീസ് കണക്കാക്കുന്നത്. എന്നാൽ ചിലരെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യും ഇബ്ലീസ്? അവരെ കൊണ്ട് ബിദ്അത്ത് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. ബിദ്അത്തിൻ്റെ ആളാക്കാൻ ശ്രമിക്കും. കാരണം ബിദ്അത്തിൻ്റെ ആളായി കഴിഞ്ഞാൽ പിന്നെ ശിർക്കിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ ഒരാൾ ബിദ്അത്തും ചെയ്യുന്നില്ല, ശിർക്കും ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ അയാളെ കൊണ്ട് ഹറാമ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് മുവഹിദുകളിൽ ഹറാമ് ചെയ്യുന്നവരുണ്ടാവും. കാരണം ഹറാമ് ചെയ്യുന്നവർക്കൊരു പ്രത്യേക വാതിൽ നരകത്തിലുണ്ട്. ഇനി ഹറാമും ചെയ്യുന്നില്ലെങ്കിലോ, ഒരാൾ ഹറാമ് ചെയ്യുന്നേ ഇല്ല എങ്കിൽ അയാളെ കൊണ്ട് കറാഹത്ത് ചെയ്യിപ്പിക്കും, മക്രൂഹായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. കാരണം മക്രൂഹ് ചെയ്യുന്ന ഒരാൾക്ക് പിന്നെ ഹറാമിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അയാൾ ഹറാമും ചെയ്യുന്നില്ല, കറാഹത്തും ചെയ്യുന്നില്ലെങ്കിലോ, പിന്നെ അയാളെ കൊണ്ട് ഇബ്ലീസ് ചെയ്യിപ്പിക്കുന്നത് ജായിസായ കാര്യങ്ങൾ, അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിപ്പിക്കും. ഇങ്ങനെ ഇബ്ലീസിന് വ്യത്യസ്ത തന്ത്രങ്ങളുണ്ട്. അങ്ങനെ ഏത് വിഷയത്തിലാണോ ഇബ്ലീസിനെ ഫോളോ ചെയ്യുന്നത് അതനുസരിച്ച് വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടാകും. മഹാനായ ഇബ്നു ജുറൈജ് റഹിമഹുല്ല പറഞ്ഞതായി ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ല ഉദ്ധരിക്കുന്നു, 7 നരകങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് ഖുർആനിലുണ്ട്. അവ്വലുഹ ജഹന്നം, ഒന്നാമത്തത് ജഹന്നമാണ്. സുമ്മ ലളയാണ്. സുമ്മൽ ഹുതമ, സുമ്മ സഈർ, സുമ്മ സഖർ, സുമ്മൽ ജഹീം, സുമ്മൽ ഹാവിയ. ഈ പേരുകളൊക്കെ നരകത്തിൻ്റെ പേരുകളായി പരിശുദ്ധ ഖുർആനിൽ കാണുന്നതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഇത് ഓരോ നരകത്തിൻ്റെ പേരുകളാണ്. ജഹന്നം നരകം ഒന്നാണ്, പക്ഷേ ഈ 7 തട്ടുകൾക്കനുസരിച്ച് അതിൻ്റെ സ്വഭാവം അനുസരിച്ച് ഓരോന്നിന് പേര് നൽകപ്പെട്ടതാണ്. എന്നാൽ കൂടുതൽ ശരിയായ അഭിപ്രായം ഈ 7 പേരുകളും മൊത്തം നരകത്തിൻ്റെ വ്യത്യസ്ത സ്വഭാവം അനുസരിച്ചുള്ള പേരാണ്, അല്ലാതെ ഓരോ തട്ടുകൾക്കുള്ള പേരുകളല്ല എന്നതാണ് ശരിയായ അഭിപ്രായം. അല്ലാഹു തബാറക വ തആല ആലം. അതേപോലെ തന്നെ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, നരകത്തിന് 7 വാതിലുകളുണ്ട്. വബാബുൻ ലിൻ നസാറ, നസാറാക്കൾക്കൊരു ബാബ്. വബാബുൻ ലിസ്സാബിഈൻ, വബാബുൻ ലിൽ മജൂസ്, വബാബുൻ ലില്ലദീന അശ്റകൂ വഹും കുഫാറുൽ അറബ്, വബാബുൻ ലിൽ മുനാഫിഖീൻ. ഇങ്ങനെ ക്രൈസ്തവർക്ക്, യഹൂദർക്ക്, അതേപോലെയുള്ള ആളുകൾക്ക് ഒക്കെയുണ്ട്. അടുത്ത വാചകം ഞാനും നിങ്ങളും ഒരല്പം ഗൗരവത്തിൽ വായിക്കേണ്ട വരിയാണ്. ശ്രദ്ധിക്കാതെ പോയ ഒരു വിഷയമാണ്, എന്നാൽ അത് യാഥാർത്ഥ്യമാണ് എന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. വബാബുല്ലിൽ അഹ്ലി തൗഹീദ്, തൗഹീദിൻ്റെ ആളുകൾക്ക് പോകാൻ ഒരു വാതിൽ നരകത്തിലുണ്ട്. വല്ലാഹുൽ മുസ്തആൻ. കാരണം മുസ്ലിമീങ്ങളായ തൗഹീദുള്ള ആളുകളും നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. സ്വാഭാവികമായും അതൊരു വാതിലിലൂടെയായിരിക്കും. അപ്പോൾ നരകത്തിന് മുസ്ലിമീങ്ങളായ ആളുകൾക്കൊരു വാതിലുണ്ടെങ്കിൽ ഞാനും നിങ്ങളും വഞ്ചിക്കപ്പെടരുത്. മുസ്ലിമീങ്ങളായി ജനിച്ചു എന്നതിൻ്റെ പേരിൽ, മുസ്ലിമീങ്ങളുടെ കൂടെ ജീവിക്കുന്നു എന്നതിൻ്റെ പേരിൽ, മുസ്ലിം മതപ്രസ്ഥാനത്തിലെ മെമ്പർമാരാണ്, അതുകൊണ്ട്
ഞങ്ങളൊന്നും ഒരിക്കലും നരകത്തിൽ പോകുന്ന പ്രശ്നമേയില്ല, മുസ്ലിമീങ്ങളാരും നരകത്തിൽ പോവൂല എന്ന് നാം ആരും വിചാരിക്കരുത്. ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് തൗഹീദുള്ള ആളുകളെ ഏറ്റവും അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് ധാരാളക്കണക്കിന് ഹദീസിൽ വന്ന കാര്യമാണ്. നമസ്കരിക്കുന്ന ആളുകളുടെ അടയാളമുണ്ടാകും, ആ അടയാളം നോക്കിയിട്ട് അവരെ രക്ഷപ്പെടുത്താനാണ് മലക്കുകളോട് പറയുന്നത്. അപ്പോൾ നമസ്കരിച്ചിരുന്ന ആളുകൾ നരകത്തിലുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു നിലക്കും നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടാതെ നേരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന, ലഘുവായ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിരന്തരം നമ്മൾ നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ 3 തവണ എല്ലാ ദിവസവും നരകത്തിൽ നിന്ന് അഭയം തേടിയാൽ നരകം നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയും, അള്ളാഹുവേ ഇയാളെ നീ നരകത്തിൽ പ്രവേശിപ്പിക്കരുതേ. സ്വർഗം ചോദിക്കുകയും വേണം 3 തവണ. എങ്കിൽ സ്വർഗവും നമുക്ക് വേണ്ടി ശുപാർശ പറയും, അള്ളാഹുവേ ഇയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. അതുകൊണ്ട് അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്ന വ അഇദ്നി മിനന്നാർ, അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്ന വ അഇദ്നി മിനന്നാർ, അല്ലാഹുമ്മ അദ്ഖിൽനിൽ അൽ ജന്ന വ അഇദ്നി മിനന്നാർ എന്നിങ്ങനെ നാം നമുക്ക് വേണ്ടി, ഇനി നമുക്കെല്ലാവർക്കും വേണ്ടിയാണെങ്കിൽ കൂടി പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്ന വ അഇദ്നാ മിനന്നാർ എന്നിങ്ങനെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നരകം നമുക്ക് താമസിക്കാൻ കൊള്ളാത്ത, പ്രവേശിക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് പറയുന്നത്, ഇന്നൽ മുത്തഖീന, എന്നാൽ മുത്തഖീങ്ങൾ ഫീ ജന്നാത്തിൻ വ ഉയൂൻ, അവർ സ്വർഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും. ജന്നത്തിൻ്റെ ജംആണ് ജന്നാത്ത്, തോട്ടങ്ങൾ. വ ഉയൂൻ, ഐനിൻ്റെ ജംആണ് ഉയൂൻ, വ്യത്യസ്തങ്ങളായ അരുവികൾ, വ്യത്യസ്തങ്ങളായ തോട്ടങ്ങൾ. സൂറത്തുർ റഹ്മാനിൽ അത് വളരെ വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ഓരോ തോട്ടങ്ങളുടെയും അവസ്ഥ, ഓരോ സ്വർഗത്തിൻ്റെയും അവസ്ഥ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ വമിൻ ദൂനിഹിമാ ജന്നതാൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത തോട്ടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൂറത്തു മുഹമ്മദിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ അരുവികളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ശുദ്ധമായ പാലിൻ്റെ, ശുദ്ധമായ തേനിൻ്റെ, ശുദ്ധമായ വെള്ളത്തിൻ്റെ, ശുദ്ധമായ മദ്യത്തിൻ്റെ ഒക്കെ അരുവികൾ ഉണ്ടാകും, വ്യത്യസ്തങ്ങളായ അരുവികൾ. സൂറത്തുൽ ഇൻസാനിലും സൂറത്തുൽ മുത്തഫിഫീനിലും ഒക്കെ സ്വർഗത്തിലെ അരുവികളെ സംബന്ധിച്ചും അവിടെയുള്ള പാനീയങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. സ്വർഗത്തിലെ വ്യത്യസ്തങ്ങളായ തോട്ടങ്ങളെക്കുറിച്ച് ഖുർആനിലും ഹദീസിലും ധാരാളമായി വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വ ഉയൂൻ, മുത്തഖീങ്ങളായ ആളുകൾ സ്വർഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും. അപ്പോൾ ഇവിടെ ആരാണ് മുത്തഖി? നമ്മൾ തഖ്വയുടെ നിർവചനം ധാരാളമായി പഠിച്ചതാണ്, സംസാരിച്ചതാണ്. തഖ്വയുടെ നിർവചനം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ റബ്ബിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ചതനുസരിച്ച് അനുസരിക്കലും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ഉപേക്ഷിക്കുന്നതിനുമാണ് തഖ്വ എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗം പ്രതീക്ഷിച്ച് റബ്ബ് പഠിപ്പിച്ചത് ചെയ്യൽ, അത് പ്രത്യേകം പറയണം. സ്വർഗം പ്രതീക്ഷിച്ച് പ്രവർത്തിക്കൽ എന്നല്ല, സ്വർഗം പ്രതീക്ഷിച്ച് അള്ളാഹു പറഞ്ഞത് ചെയ്യണം. ബിദ്അത്ത് കൊണ്ട് റബ്ബിന് ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ നരകത്തെ ഭയപ്പെട്ട് അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് വിട്ടു നിൽക്കണം. നമ്മുടെ വക ഹറാമാക്കിയതല്ല, കാരണം നമുക്ക് ഒരു കാര്യത്തെ ഹറാമാക്കാൻ നമുക്ക് അനുവാദമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചത് ചെയ്യലും, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് മാറി നിൽക്കലുമാണ് തഖ്വ. അത്തരം തഖ്വയുള്ള ആളുകൾക്കാണ് മുത്തഖീങ്ങൾ എന്ന് പറയുന്നത്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. കാരണം മുത്തഖീങ്ങൾക്ക് പോകാനുള്ള സ്ഥലം നരകമല്ല, സ്വർഗമാണ്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കിയത് സ്വർഗമാണ്, നരകമല്ല. തഖ്വക്ക് വ്യത്യസ്തങ്ങളായ നിർവചനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്, ഞാൻ അവിടേക്ക് പ്രവേശിക്കുന്നില്ല. എങ്കിലും ഈ ആയത്തിങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണല്ലോ ഇത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്-സഅദി റഹിമഹുല്ലാഹ് ഇവിടെ അതിന് നല്ല ശ്രദ്ധേയമായൊരു
അർത്ഥം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇന്നൽ മുത്തഖീന ഐ അല്ലദീന തഖൂ ത്വാഅത ശൈത്താൻ വമാ യദ്ഊഹും ഇലൈഹി മിൻ ജമീഇ ദുനൂബി വൽ ഇസ്യാൻ. ഇവിടെ മുത്തഖീങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലദീന തഖൂ ത്വാഅത ശൈത്താൻ, ജീവിതത്തിൽ ശൈത്താനെ പിൻപറ്റുന്നതിനെ കുറിച്ച് ശ്രദ്ധാലുക്കളായ ആളുകൾ. വളരെ ശരിയായൊരു പ്രയോഗമാണത്, വളരെ ഭംഗിയുള്ളൊരു തഫ്സീറാണത്. ഞാൻ ജീവിതത്തിൽ പിശാചിൻ്റെ കാൽപാദങ്ങളെ പിൻപറ്റുന്നുണ്ടോ എന്ന സൂക്ഷ്മതയാണ് തഖ്വ എന്ന് പറഞ്ഞാൽ, അതും തഖ്വയുടെ വളരെ ശ്രദ്ധേയമായ നിർവചനം തന്നെയാണ്. ഹ്രസ്വമായ വാക്കിൽ സമഗ്രമായ ആശയമാണത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം പറയുന്നത് വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിൻ്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. പിശാച് എങ്ങോട്ടാ വിളിക്കുന്നത്? ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. പിശാച് അവൻ്റെ ആളുകളെ വിളിക്കുന്നത് നരകത്തിൻ്റെ ആളുകളായി തീരാനാണ്. പിശാച് നിങ്ങളെ വിളിക്കുന്നത് നരകത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ തഖ്വ എന്ന് പറഞ്ഞാൽ നരകത്ത് പോവാതിരിക്കാൻ ശ്രമിക്കലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിശാചിൻ്റെ കാൽപാദങ്ങളെ പിൻപറ്റാതിരിക്കുക എന്നുള്ളതാണ്. ഇത് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വെച്ച് ഒരാൾ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഫുലാൻ കുൽ ബി യമീനിക്, വലത് കൈ കൊണ്ട് കഴിക്കാൻ പറഞ്ഞു. ആ വ്യക്തി പറഞ്ഞു എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലസ്തതഅത്, നിനക്ക് കഴിയാതെ പോകട്ടെ. പിന്നീട് അദ്ദേഹത്തിൻ്റെ വലത് കൈ തളർന്നു പോയി എന്നാണ് ഹദീസിലുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേർക്ക് നേരെ ധിക്കരിക്കുകയാണ്. നബി ഒരു കാര്യം പറഞ്ഞപ്പോൾ പറ്റൂല എന്ന് പറയാണ്, എനിക്ക് കഴിയില്ല എന്ന് പറയാണ്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്? ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ച ആളോട് വലത് കൈ കൊണ്ട് കഴിക്കാൻ പറഞ്ഞ എന്തിനാണ്? ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കൽ ശൈത്താൻ്റെ ശീലമാണ്. ആ ശീലം നമുക്കുണ്ടാവരുത്. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം ശ്രദ്ധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പകുതി വെയിലും പകുതി തണലുമുള്ളിടത്ത് രണ്ടിലും കൂടി ഇരിക്കരുത്. നമ്മുടെ ശരീരത്തിൽ വെയിലും തണലും ഒരുപോലെ തട്ടുന്ന രൂപത്തിലിരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ കാരണം? അങ്ങനെയുള്ള ഇരുത്തം ശൈത്താൻ ഇഷ്ടമാണ്. അത്തരം സ്ഥലങ്ങളിൽ ശൈത്താനാണ് ഇരിക്കുന്നത്. നിങ്ങളങ്ങനെ ഇരിക്കരുത്. ഒന്നെങ്കിൽ കംപ്ലീറ്റ് തണൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് വെയിൽ, രണ്ടും കൂടി ഉള്ളിടത്തിൽ ഇരിക്കൽ ശൈത്താൻ്റെ ശീലമാണ്, പാടില്ലെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണിത് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത്? അള്ളാഹുവിൻ്റെ റസൂൽ മാനവ സമൂഹത്തിന് യാതൊരു ആവശ്യവുമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയി എന്നാണോ നാം ധരിക്കേണ്ടത്? അല്ല, മറിച്ച് അതൊക്കെ ശ്രദ്ധിക്കണം. കാരണം പിശാച് ഉള്ളിടത്ത് നമ്മൾ നിൽക്കുക എന്നതുപോലും നല്ല കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ ഒരല്പം ഉറങ്ങിപ്പോയ സാഹചര്യം, യാത്രയിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റതിന് ശേഷം പറഞ്ഞത്, നമ്മൾ ഉടനെ തന്നെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കണം. ഇവിടെ പിശാച് നമ്മുടെ കൂടെ ഉറങ്ങിയ സ്ഥലമാണ്. കാരണം വക്തിന് എഴുന്നേൽക്കുന്നതിന് പിശാച് തടസ്സമായി. ഈ സ്ഥലം വിട്ട് കളയണമെന്നാണ് പറഞ്ഞത്. ശൈത്താൻ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറയാതെ കയറരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നിങ്ങൾ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഒരു ശൈത്താനും വരുന്നുണ്ടെന്നാണ്. എന്തിനാണ്? നിങ്ങളുടെ കൂടെ വീട്ടിലേക്ക് കയറാൻ. നിങ്ങൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ശൈത്താൻ അവിടെ നിൽക്കും. നിങ്ങൾ മാത്രം നിങ്ങളെ വീട്ടിലേക്ക് കയറൂ. ബിസ്മില്ല എന്ന് നിങ്ങൾ പറയുന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ശൈത്താനും നിങ്ങളുടെ വീട്ടിലേക്ക് കയറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ കൂട്ടം കൂടി ഇരിക്കുകയാണെങ്കിൽ പോലും ബിസ്മില്ല എന്ന് ചൊല്ലാതെ അതിൽ നിന്ന് ആരും ഭക്ഷണം കഴിക്കരുത് എന്നാണ്. എല്ലാവരും ബിസ്മില്ല എന്ന് പറയണം. ഒരാൾ മാത്രം പറഞ്ഞാൽ പോരാ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഒരു വ്യക്തി വന്ന് പെട്ടെന്ന് ആരോ ഉന്തിത്തള്ളിയതുപോലെ അയാൾ ഭക്ഷണത്തിലേക്ക് വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈക്ക് പിടിച്ചു, ബിസ്മില്ല എന്ന് പറയാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ ശൈത്താനും ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ല എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്? പിശാചിൻ്റെ കാൽപാദങ്ങൾ ഒരു നിലക്കും പിൻപറ്റുന്ന ഒരവസ്ഥ ജീവിതത്തിൻ്റെ ഒരു മേഖലകളിലും ഉണ്ടാവാൻ പാടില്ല. അതാണ് തഖ്വ, അതാണ് ഈ സൂക്ഷ്മത ഉണ്ടാവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ, അതിരുവിട്ടവരിൽ നിന്ന് നിന്നെ ഫോളോ ചെയ്തവർ, വ ഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ, അവരെ എല്ലാവരെയും ഞാൻ നരകത്തിൽ പ്രവേശിപ്പിക്കും. ലഹാ സബഅതു അബ്വാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം, അതിന് 7 വാതിലുകളുണ്ട്. വ്യത്യസ്ത ഗ്രൂപ്പുകൾ, ഹറാമിലും ഷിർക്കിലുമൊക്കെ വ്യത്യസ്ത ഗ്രൂപ്പുകളായ ആളുകൾക്ക് പോകാനുള്ളതാണ്.
അതുകൊണ്ട് ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഅയൂൻ, എന്നാൽ മുത്തഖീങ്ങൾ സ്വർഗ്ഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും. അപ്പോൾ അവിടെ പറഞ്ഞ തഖ്വ ഈ പിശാചിൻ്റെ പിന്നാലെ പോകുന്ന അവസ്ഥയിൽ നിന്ന് സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സംരക്ഷിക്കൽ തന്നെയാണ് അവിടുത്തെ തഖ്വ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഇബ്ലീസിൻ്റെ വഴികളെ, ശൈത്താൻ്റെ വഴികളെക്കുറിച്ച് അള്ളാഹു വ്യക്തമായി മനസ്സിലാക്കി തന്നത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മുത്തഖീങ്ങളുടെ വഴി മാത്രമല്ല ഞാൻ പറഞ്ഞിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വകദാലിക നുഫസ്സിലുൽ ആയാതി വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ. നിങ്ങൾക്ക് ഞാൻ ആയത്തുകൾ വിശദീകരിക്കും. എന്തിനാണത്? അക്രമികളുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ. കാരണം മുത്തഖീങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് മാത്രം അറിഞ്ഞാൽ പോരാ, അക്രമികളുടെ റൂട്ടും അറിയണം, എങ്കിലേ അതിൽ പ്രവേശിക്കാതിരിക്കാൻ പറ്റുള്ളൂ. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്വഹാബികളൊക്കെ ഖൈറിനെ കുറിച്ച് ചോദിക്കും, ഞാൻ ഷർറിനെ കുറിച്ചാണ് ചോദിക്കൽ. എന്തിനാണത്? എനിക്കതിൽ നിന്ന് വിട്ടു നിൽക്കാൻ. എല്ലാവരും ഖൈറിനെ കുറിച്ച് നബിയോട് ചോദിക്കും, ഞാൻ നബിയോട് ചോദിക്കും, നബിയെ ഇത് ഷർറല്ലേ, അത് ഷർറല്ലേ, അത് ഫിത്നയല്ലേ? ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. എന്തിനാണ്? അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ. എന്നതുപോലെ ശൈത്താൻ്റെ വഴികൾ അള്ളാഹു എന്തിനാ പറഞ്ഞു തരുന്നത്? നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ. എന്നാൽ അത് പഠിക്കണ്ട, അത് മനസ്സിലാക്കണ്ട, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്ന് പറഞ്ഞ ആളുകളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ 100 കണക്കിന് വിഷയങ്ങളിൽ ശൈത്താൻ്റെ വഴിയാണ് അവർ സ്വീകരിച്ചത്. നബിയുടെ സുന്നത്തിനെ മാറ്റി ശൈത്താൻ്റെ വഴിയിൽ പ്രവേശിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞങ്ങൾക്ക് ശൈത്താനെ പേടിയില്ല, എന്നാൽ ശൈത്താൻ അവരെ വലയം ചെയ്തിരിക്കുന്നു. വല്ലാഹുൽ മുസ്തആൻ വഅലൈഹി തുഖ്ലാൻ. അപ്പോൾ ഇന്നൽ മുത്തഖീന എന്ന് പറഞ്ഞാൽ അല്ലദീന തഖൗ ത്വാഅത ശൈത്താനി വമാ യദ്ഉഹും ഇലൈ. ശൈത്താൻ എന്തിലേക്കാണോ വിളിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ജാഗ്രത പാലിക്കുന്ന ആളുകൾ, അവരാണ് യഥാർത്ഥ മുത്തഖീങ്ങൾ. അവർ സ്വർഗ്ഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും. ഉദ്ഖുലൂഹ, അവരോട് അന്ന് പറയപ്പെടും, ഖിയാമത്ത് നാളിൽ വിചാരണയൊക്കെ കഴിഞ്ഞാൽ അവരോട് പറയപ്പെടും, ഉദ്ഖുലൂഹ, നിങ്ങളതിൽ പ്രവേശിക്കണം, ബിസലാമിൻ, സമാധാനത്തോടുകൂടി, ആമിനീൻ, നിർഭയരായിക്കൊണ്ടും. എന്താണ് അവിടെ അങ്ങനെ പറഞ്ഞത്? സലാമത്ത്, അതേപോലെ തന്നെ അമ്ന്. സലാമത്ത് എന്ന് പറഞ്ഞാൽ സുരക്ഷ, സമാധാനം, മനസ്സിന് സങ്കടങ്ങളൊന്നുമില്ലാത്ത അവസ്ഥ. ആമിനി എന്ന് പറഞ്ഞാൽ അമ്നുള്ളവർ, അഥവാ പേടിയില്ലാത്ത അവസ്ഥ. കാരണം മനുഷ്യനിത് രണ്ടാണുള്ളത്, ഒന്ന് ഹുസ്നെന്ന് സലാമത്ത് വേണം, മറ്റൊന്ന് ഖൗഫെന്ന് അമ്ന് വേണം. എന്താണ് മനുഷ്യൻ്റെ പേടി? മനുഷ്യൻ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് അസമാധാനം, ഉത്കണ്ഠയുണ്ട്. ഭക്ഷണം, പാർപ്പിടം, രോഗം, വാർദ്ധക്യം, ആത്യന്തികമായി മരണം. ഒരാളുടെ ടെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതല്ലേ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രധാന ടെൻഷൻ എന്താണ്? നമ്മുടെയും മക്കളുടെയും ഉപജീവനം ഒരു ടെൻഷനാണ്, വീട് ഒരു ടെൻഷനാണ്, ഡ്രസ്സ് ടെൻഷനാണ്, ജോലി ടെൻഷനാണ്, പിന്നെ രോഗം വരുന്നത് ടെൻഷനാണ്, ശരീരമൊക്കെ വയസ്സാവുന്നു ടെൻഷനാണ്, മുടിയൊക്കെ നരയ്ക്കുന്നത് കൂടുമ്പോൾ ടെൻഷൻ കൂടാണ്, പിന്നെ ചുറ്റിലുമുള്ളവർ മരിച്ചു പോകുമ്പോൾ നാളെ എൻ്റെ നറുക്കു വീഴും എന്നതും ടെൻഷനാണ്. പക്ഷേ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയും, ബിസലാമിൻ, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഒരു പേടി വേണ്ട. അവിടെ വാർദ്ധക്യമില്ല, അവിടെ ജരാനരകളില്ല, അവിടെ മരണമില്ല, ഭക്ഷണം കഴിക്കാൻ ജോലിക്ക് പോവേണ്ടതില്ല, ഇരിക്കുകയാണെങ്കിൽ അവിടെ എത്തും, കിടക്കുകയാണെങ്കിൽ അവിടെ എത്തും, നടക്കുകയാണെങ്കിൽ അവിടെ എത്തും ഭക്ഷണം. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ റെൻറ്റിൻ്റെ പരിധി കഴിഞ്ഞു, ഇനി പോയിക്കോളൂ എന്ന് പറയൂല. അവിടെ മരണവുമില്ല, പുറത്താക്കപ്പെടാതെ, മരിക്കാതെ, വാർദ്ധക്യമില്ലാതെ, രോഗമില്ലാതെ, ഭക്ഷണത്തെ സംബന്ധിച്ചുള്ള ടെൻഷനില്ലാതെ, അതേപോലെയുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചുമുള്ള ടെൻഷൻ ഇല്ലെങ്കിൽ ഉദ്ഖുലൂഹ ബിസലാമിൻ. അള്ളാഹു എന്നെയും നിങ്ങളെയും ആ സ്വർഗത്തിൻ്റെ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത് പറയുന്നത് ആമിനീൻ, നിർഭയരാണ്. യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്ത കേൾക്കേണ്ടി വരികയില്ല, യുദ്ധമുണ്ടാവില്ല, ഫിത്നയില്ല, ഇബ്ലീസിനെ ഭയപ്പെടണ്ട, അള്ളാഹുവിൻ്റെ കോപത്തെയും ഭയപ്പെടണ്ട. ശരിക്കും ശ്രദ്ധിക്കുക, സ്വർഗത്തിലെ ഏറ്റവും വലിയ നിഅമത്ത് എന്ന് ഖുർആനിലും ഹദീസിലും വന്നത് സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളല്ല. ശ്രദ്ധിക്കുക, സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന മാംസമല്ല, സ്വർഗത്തിൽ ലഭിക്കുന്ന ഹൂറില്യങ്ങളുമല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സ്വർഗത്തിലെ ആളുകളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ്, നിങ്ങളെല്ലാവരും സംതൃപ്തരാണോ?
സ്വർഗാവകാശികൾ പറയും, അള്ളാഹുവേ, ഞങ്ങൾക്ക് തൃപ്തിപ്പെടാതിരിക്കാൻ എന്തുണ്ട് ന്യായം? ഞങ്ങൾക്കെല്ലാ നിഅമത്തുകളും നീ തന്നില്ലേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അല്ല, ഒരു കാര്യം കൂടി ഉണ്ട് എന്ന് പറയും. ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഞാൻ നിങ്ങളെയെല്ലാം തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളോട് കോപിക്കുകയില്ല. ഇത് കേൾക്കുമ്പോൾ സ്വർഗത്തിലെ ആളുകൾ അവർ അതുവരെ അനുഭവിച്ച സുഖാനുഗ്രഹങ്ങൾ മറന്നുപോകുന്നതാണ്. പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളോട് കോപിക്കുകയില്ല. ഒരു മനുഷ്യന് ലഭിക്കുന്ന വാഗ്ദാനങ്ങളിൽ ഏറ്റവും സംതൃപ്തിയും നിർഭയത്വവും നൽകുന്ന വാഗ്ദാനമാണത്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ അതില്ല. കാരണം ഇന്ന് നമ്മൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പണിയെടുക്കുന്നവരാണെങ്കിൽ നാളെ നമ്മുടെ മനസ്സെന്തായി മാറും നമുക്ക് പറയാൻ പറ്റില്ല. നാളെ ചിലപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള ഒരു ആദർശത്തിലേക്ക് ആ വ്യക്തി മാറിയേക്കാം. തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് മാറിയേക്കാം, സുന്നത്തിൽ നിന്ന് ബിദ്അത്തിലേക്ക് മാറിയേക്കാം, ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോയിട്ട് മതനിഷേധിയായി മാറിയേക്കാം. ഒരു വേള 50, 60, 70 വർഷം ആയുസ് കിട്ടിയിട്ട് മുസ്ലിമായി ജീവിച്ചിട്ട് 71ാമത്തെ വയസ്സിൽ മതനിഷേധിയായി മാറിയേക്കാം, മതത്തെ ഉപേക്ഷിച്ചേക്കാം. വാർദ്ധക്യം ചെന്നിട്ട് മതത്തെ ഉപേക്ഷിക്കുന്ന ആളുകളെ നമുക്കൊക്കെ അറിഞ്ഞുകൂടെ? എന്താ കാരണം? അള്ളാഹുവിൻ്റെ തൃപ്തി സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ്. കാരണം അവരുടെ മനസ്സിനെക്കുറിച്ച് റബ്ബിനറിയാം. പക്ഷേ വ്യതിയാനങ്ങളെ ഭയപ്പെടേണ്ടതില്ല സ്വർഗലോകത്ത്. അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇനി നിങ്ങളോട് എനിക്ക് ദേഷ്യം പിടിക്കേണ്ട ആവശ്യമേ ഇല്ല. അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ നിങ്ങളോട് കോപിക്കുകയില്ല. എൻ്റെ റിളുവാൻ നിങ്ങളിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അതാണ് ഖുർആൻ പറഞ്ഞത്. സ്വർഗത്തെക്കുറിച്ച് വാചാലമായി പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, വരിദ്വാനും മിനല്ലാഹി അക്ബർ. അള്ളാഹുവിൻ്റെ റിളുവാനാണ് ഏറ്റവും വലുത്. അതിനേക്കാൾ വലുത് വേറൊന്നില്ല. ഈ റബ്ബിൻ്റെ പ്രീതി, റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തി, അതാണ് നേടിയെടുക്കേണ്ടത്. അതുകൊണ്ട് ഒരു നിലക്കും നിങ്ങൾ വ്യതിയാനങ്ങളെ ഭയപ്പെടണ്ട, ശൈത്താനെ ഭയപ്പെടണ്ട, യുദ്ധങ്ങളെ ഭയപ്പെടണ്ട. അതേപോലെ ഭൂമിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ പേടിയുണ്ടായിരുന്നോ ആ പേടികളൊന്നും വേണ്ട. ആമിനീൻ, അമ്നിൽ നിന്ന് വന്നതാണ്. അമീന യഅ്മൻ എന്ന് പറഞ്ഞാൽ നിർഭയരായി തീരുക. ആമിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വം ലഭിച്ചവൻ. നിങ്ങൾ നിർഭയത്വമുള്ളവരായി സമാധാനത്തോടു കൂടി പ്രവേശിക്കുക. ഇതിൽ വളരെ ലത്തീഫായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണത്? ഇവിടെ ഉപയോഗിച്ച 2 വേർഡ് ശ്രദ്ധിക്കൂ. ഉദ്ഖുലൂഹ ബിസലാമിൻ ആമിനീൻ, അഥവാ അൽ ഇസ്ലാമു വൽ ഈമാൻ. ബിസലാമിൻ, ഇസ്ലാം ആര് സ്വീകരിച്ചോ അവർക്ക് സലാമോടുകൂടി സ്വർഗത്ത് പോവാം. ഈമാൻ ആര് സ്വീകരിച്ചോ അവർക്ക് നിർഭയത്വത്തോടു കൂടിയും സ്വർഗത്ത് പോകാം. അമ്നിൽ നിന്നാണ് ഈമാൻ വന്നത്, സിൽമിൽ നിന്നാണ് ഇസ്ലാം വന്നത്. ആരാണോ അള്ളാഹുവിനനുസരിക്കുന്നത്, റസൂലിനനുസരിക്കുന്നത്, അവർക്ക് സമാധാനമുണ്ട്. ആരാണോ അള്ളാഹുവിലും അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങളിലും വിശ്വസിക്കുന്നത് അവർക്ക് നിർഭയത്വവുമുണ്ട്. യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആളുകൾ, യഥാർത്ഥ ഈമാനിൻ്റെ ആളുകൾക്കാണ് സ്വർഗത്തിൽ സമാധാനത്തോടു കൂടി പോകാൻ സാധിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ബലാമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നോക്കൂ നിങ്ങൾ ആ വേർഡ്സ്. ബലാമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, തൻ്റെ അസ്തിത്വത്തെ അള്ളാഹുവിനെ സമർപ്പിച്ചവൻ, അതാണ് ഇസ്ലാം. വഹുവ മുഅ്മിനുൻ, ഈമാനോടുകൂടി തൗഹീദിലും മറ്റും വ്യതിയാനമില്ലാത്തവനായിക്കൊണ്ട്, എങ്കിൽ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി, അവൻ്റെ റബ്ബിൻ്റെ അടുക്കൽ അവനുള്ള പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടി വേണ്ട, അമ്നുണ്ടാകും. വലാ ഹും യഹ്സനൂൻ, അവർ സങ്കടപ്പെടേണ്ട, ടെൻഷൻ വേണ്ട, അവർക്ക് സമാധാനം ഉണ്ടാകും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുകൊണ്ട് തഖ്വ, ഇസ്ലാം, ഈമാൻ, ഇതിനെ മുറുകെ പിടിക്കുന്നവരോട് നാളെ പരലോകത്ത് പറയപ്പെടും, ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു സ്വർഗത്തിൻ്റെ മറ്റൊരു വലിയ മഹത്വം, വനസഅനാ, നാം ഊരിയെടുക്കുന്നതാണ്. ഊരിയെടുക്കും. നസഅ യൻസിഉ, നസഅ എന്ന് പറഞ്ഞാൽ ഊരിയെടുക്കുക. വനസഅനാ മാ ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് നാം ഊരിയെടുക്കും. മിൻ ഗില്ലിൻ, വെറുപ്പിൽ നിന്ന്, ദേഷ്യത്തിൽ നിന്ന്, പകയിൽ നിന്ന്, ഇഷ്ടക്കേടിൽ നിന്നുള്ള എല്ലാ വികാരങ്ങളെയും അള്ളാഹു ഹൃദയത്തിൽ നിന്ന് ഊരിയെടുത്തിട്ടാണ്
സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക. അതാണ് മിൻ ഗില്ല്. ഗില്ല് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥമാക്കുന്നത്. അസൂയ, വെറുപ്പ്, വിദ്വേഷം, പക, ഏതെങ്കിലും നിലക്കുള്ള ഇഷ്ടക്കേടുകൾ, ഇതൊക്കെ അള്ളാഹു ഊരിയെടുക്കും. ഇഖ്വാനൻ, ഏകോദര സഹോദരങ്ങളായിരിക്കും അവരവിടെ. ഇഖ്വാനൻ, സഹോദരങ്ങളായിരിക്കും അവിടെ. അല സുറുറിൻ, ശരീറിൻ്റെ ജമാണ് സുറുർ. ചാരുകട്ടിലുകളിൽ, ചാരുകസേരകളിൽ, കിടക്കാനും ഇരിക്കാനൊക്കെ ഉപയോഗിക്കാം, അങ്ങനെയുള്ള ശരീറുകളിൽ. അല സുറുറിൻ മുതഖാബിലീൻ. തഖാബല യതഖാബലു എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് ഇരിക്കുന്നതിനാണ് പറയുന്നത്. മുതഖാബിലീൻ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് ആണ് ഇരിക്കുക. അതിനാണ് തഖാബല എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാ, ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അലാ സുറുറിൻ മുതഖാബിലീൻ ഐ ലാ യൻളുറു അഹദുഹും ഫീ ഖഫാ സാഹിബിഹി. ഒരാൾക്കും തൻ്റെ സഹോദരൻ്റെ പെരടി ഭാഗം കാണേണ്ടി വരില്ല. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ മുന്നിലിരിക്കുന്ന ആൾക്ക്, ബാക്കിലിരിക്കുന്ന ആൾക്ക് മുന്നിലുള്ള ആളുടെ പെരടിയാണ് കാണാൻ, മുഖം കാണാൻ പറ്റില്ല. എന്നാൽ ഞാനും നിങ്ങളും ഫേസ് ടു ഫേസ് ആണ് ഇരിക്കുന്നത്. ഇതേപോലെ ഫേസ് ടു ഫേസ് ആണ് സ്വർഗത്തിലെ ഇരിപ്പ്. ആ നിലക്കാണ് അതിൻ്റെ കസേരകളും അതിലുള്ള സോഫകളുടെയും അറേഞ്ച്മെൻറ്റ്സ് അങ്ങനെയാണെന്നാണ് പറയുന്നത്. എത്ര ആളിരുന്നാലും അങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത്. എത്ര ആളിരുന്നാലും ഫേസ് ടു ഫേസ് ആയിരിക്കും. അൽഹംദുലില്ലാഹ് അലാ സുറുറിൻ, ചാരു കസേരകളിൽ, ചാരു കട്ടിലുകളിൽ, മുതഖാബിലീൻ, ഫേസ് ടു ഫേസ് ഇരുന്നുകൊണ്ട് അവർ സംസാരിച്ചു കൊണ്ടിരിക്കും. മാത്രമല്ല ഇവിടെ പറഞ്ഞ ഒരു പോയിന്റ്, ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. വനസഅന മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ. ഗില്ലിൽ നിന്ന്, വെറുപ്പിൽ നിന്ന് അള്ളാഹു എല്ലാം ഊരിയെടുത്ത് കളയുന്നതാണ്. ഇത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവരുടെ നെഞ്ചകത്ത് നിന്ന്, ഹൃദയങ്ങൾക്കുള്ളിൽ നിന്ന് ഗില്ല് എടുത്തു കളഞ്ഞിട്ട് അവരെ ഇഖ്വാനുകളാക്കും. ഇങ്ങനെ പറഞ്ഞതിൽ ഒരു വലിയ പൊരുളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈവൻ വിശ്വാസികളാണെങ്കിൽ പോലും ശരിക്കും ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബത്തിൽ, ഇനി നമ്മൾ കുടുംബം എടുക്കുക, നമുക്കെല്ലാ വിഷയത്തിലും നമ്മുടെ ഭാര്യയോട് ഇഷ്ടം ഉണ്ടാവില്ല. ചില വിഷയത്തിൽ നമുക്ക് ഭാര്യനോട് വെറുപ്പുണ്ടാവും, ദേഷ്യം ഉണ്ടാവും ചില വിഷയത്തിൽ. അതേപോലെ തന്നെ ഭർത്താവിനോട് എല്ലാ 100% ഒരു സ്ത്രീക്ക് ഇഷ്ടം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പല നിലപാടിനോടും ദേഷ്യം ഉണ്ടാവും. അദ്ദേഹത്തോട് എന്തെങ്കിലുമൊക്കെ ദേഷ്യങ്ങൾ അതല്ലാതെയും ചിലപ്പോൾ ഉണ്ടായേക്കാം. സഹോദരന്മാർ തമ്മിലുണ്ടാവും. പക്ഷെ ഇവരൊക്കെ സ്വർഗാവകാശികളാണെങ്കിൽ ഈ അനിഷ്ടത്തോടു കൂടി ആയിരിക്കൂല സ്വർഗത്തിലുണ്ടാവുക എന്നാണ്. അത് ഭൂമിയിൽ വെച്ച് കഴിഞ്ഞു. അതെവിടെ വെച്ചാണ് തീർക്കുന്നത് എന്ന് സ്വഹീഹായ ഹദീസിൽ കാണാം. അത് മുഴുവൻ എടുത്തു കളയും. രണ്ടാമത്തത്, മുസ്ലിമീങ്ങൾ ചിലപ്പോൾ 2 ഗ്രൂപ്പുകളായി, 2 വിഭാഗങ്ങളായി വേർപിരിഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, സനദ് കുറ്റമറ്റതല്ലാത്തത് കൊണ്ട്, എന്നാൽ ചരിത്ര ഗ്രന്ഥങ്ങളിലും തഫ്സീറുകളിലും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്, സനദ് കുറ്റമറ്റതല്ലാത്തത് കൊണ്ട് മാത്രം ഞാനത് എടുത്തിട്ടില്ല. എങ്കിലും ആ സംഭവം പറയാം. ഈ ആയത്തിനെക്കുറിച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്നെപ്പോലെയും അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെയും പോലെയുള്ള ആളുകളെക്കുറിച്ചാണ് ഈ ആയത്ത് എന്നാണ്. കാരണം ജമൽ യുദ്ധത്തിലും മറ്റുമൊക്കെ ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. സ്വഹാബികൾക്കിടയിൽ ചില വിഷയങ്ങളിൽ, ന്യൂനപക്ഷത്തിനിടയിൽ ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടുണ്ട്. യുദ്ധങ്ങളിൽ ഒരു വേള അവർ ആഗ്രഹിച്ചുകൊണ്ടല്ലെങ്കിലും അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ത്വൽഹത്തുൻ ഫിൽ ജന്ന എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അലിയുൻ ഫിൽ ജന്ന എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അശറത്തുൽ മുബശ്ശിരീങ്ങളിൽ പെട്ടവരാണിവർ. പക്ഷേ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അത് മനുഷ്യർ എന്നുള്ള നിലക്കുണ്ടായേക്കാം. അതെല്ലാം അള്ളാഹു അങ്ങ് എടുത്തു കളയുന്നതാണ്. ഇന്നും നമുക്കിടയിൽ വ്യത്യസ്തങ്ങളായ സംഘടനകളും ഗ്രൂപ്പുകളും ഉണ്ടാവാം. പക്ഷേ നിർണായകമായി നോക്കുമ്പോൾ ചിലപ്പോൾ മൈന്യൂട്ടായ ചില വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് സാധുതയുള്ള, വിശാലതയുള്ള വിഷയത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസമായിരിക്കും. പക്ഷേ മനുഷ്യൻ്റെ ദുർബലത കൊണ്ട് എന്തോ വലിയ പാതകം ചെയ്ത ശത്രുക്കളെ പോലെ അവർ മാറുകയാണ്. അങ്ങനെയൊന്നും വലിയൊരു ശത്രുത കാണിക്കേണ്ട വിഷയം പോലും അല്ല. വിശാലമായി പണ്ഡിതന്മാർ വളരെ വിശാലമായി കണ്ട വിഷയങ്ങളായിരിക്കും. രണ്ട് അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട്, ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ടോ നാടിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടോ വളർത്തപ്പെട്ടത് അങ്ങനെ ആയതുകൊണ്ടോ, ചിലപ്പോൾ നമുക്ക് ഫിഖ്ഹിയായൊരു മസ്അലയിൽ ഒരാൾ പറഞ്ഞ അഭിപ്രായമല്ല മറ്റൊരാൾ പറഞ്ഞത് എന്നതോടുകൂടി ബന്ധങ്ങൾ തന്നെ മുറിഞ്ഞു പോകുന്ന അവസ്ഥകൾ, അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല.
പക്ഷേ ഒരാൾക്ക് അയാൾ പഠിച്ചതിൻ്റെ അനുസരിച്ചുള്ള ഒരു ശിദ്ധത്തായിരിക്കാം. അങ്ങനെയുള്ളവർക്കൊക്കെ പരസ്പരം ദേഷ്യം ഇവിടെ ഉണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ സ്വർഗ്ഗലോകത്ത് വെച്ച് അതങ്ങ് മാറ്റിക്കളയും. റബ്ബ് അതൊക്കെ എടുത്തു കളയും. എന്നിട്ട് ഇഖ്വാനൻ, അതാ പറഞ്ഞത്, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാൻ, സഹോദരങ്ങളായിരിക്കും. ഇത് ആദർശപരമാണെങ്കിൽ അതല്ലാത്ത നിലക്കും ഉണ്ടാവും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, യഖ്ലുസുൽ മുഅ്മിനൂന മിനന്നാർ യുഹ്ബസൂന അലാ ഖൻതറത്തിൻ ബൈനൽ ജന്നതി വന്നാർ. വിശ്വാസികളായ ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയിട്ട്, നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടാതെ രക്ഷപ്പെടുത്തിയതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇനി പ്രവേശിക്കപ്പെട്ടവരാണെങ്കിലും അള്ളാഹു രക്ഷപ്പെടുത്തുമല്ലോ. അങ്ങനെ യുഹ്ബസൂൻ, അവർ പിടിച്ചു വെക്കപ്പെടും. എവിടെ? അലാ ഖൻതറത്തിൻ, ഖൻതറ എന്ന് പറയുന്നൊരു സ്ഥലം, ബൈനൽ ജന്നതി വന്നാർ, നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെ ഇടക്കുള്ള ഒരു സ്ഥലമാണത്. നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടക്കുള്ള സ്ഥലമാണ്. ഹദീസിൽ വന്നിട്ടുണ്ട്, സിറാത്ത് പാലം കടന്നു കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. കാരണം സിറാത്ത് നരകത്തിൻ്റെ മേലെ കൂടെയാണുള്ളത്. സിറാത്തിലൂടെ കടന്നാൽ പിന്നെ ആദ്യം എത്തുന്നത് എവിടെയാണ്? ഖൻതറ എന്ന് പറയുന്ന സ്ഥലത്താണ്. സ്വർഗത്തിലേക്ക് പോവാതെ അവിടെ പിടിച്ചു വെക്കപ്പെടുന്നതാണ്. അവിടെ പിടിച്ചു വെക്കപ്പെടും. എന്നിട്ടോ ഫയുഖസ്സു ലിബഅദിഹിം മിൻ ബഅദിഹിം മളാലിമു കാനത് ബൈനഹും ഫിദ്ദുനിയാ, ദുനിയാവിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇവർ തമ്മിൽ. എല്ലാവരും സ്വർഗത്തിലേക്കുള്ളവരാണ്, പക്ഷേ ഇവർ തമ്മിൽ ദുനിയാവിൽ വെച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇടപാടുകളിലൊക്കെ പൊരുത്തപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവും. എന്നാൽ അത് പരസ്പരം പറയാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പലതും പറഞ്ഞു പോയത്, ചെയ്തു പോയത്, സാമ്പത്തിക ഇടപാടുകളിൽ ഉണ്ടായിട്ടുള്ള സൂക്ഷ്മത കുറവുകൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചത് പറഞ്ഞു തീർക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ അള്ളാഹു ഖിസാസ്, അത് കൃത്യമായത് കണക്കാക്കും. ഹത്ത ഇദാ ഹുദ്ദിബു വനുഖു, എന്നിട്ട് അവരുടെ മനസ്സിനെ അള്ളാഹു ശുദ്ധീകരിച്ച് ക്ലീനാക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ഒന്നുമില്ല. ഇല്ലെങ്കിൽ ഓർമ്മയാവും, ദുനിയാവിൽ വെച്ചുള്ള കാര്യങ്ങൾ അവർക്ക് ഓർമ്മയായേക്കാം. അതുകൊണ്ടാണ് ഇത് മാറ്റുന്നത്. ഖൻതറയിൽ വെച്ച് നമ്മൾ കാണുകയാണ്, സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്, പക്ഷേ ദുനിയാവിൽ വെച്ച് അവർ തമ്മിൽ പ്രശ്നമുണ്ട്. റബ്ബിനതറിയാം. അള്ളാഹു അവരുടെ മനസ്സിലതുള്ളത് കൊണ്ടാണല്ലോ ഊരിയെടുക്കുന്നു പറഞ്ഞത്. അത് മനസ്സിലുണ്ട്, അത് ഊരിയെടുക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഹത്താ ഇദാ ഹുദ്ദിബു വനുഖു, ക്ലീൻ ആക്കിയെടുക്കും. അവരുടെ ഹൃദയത്തിൽ ഒരു പ്രശ്നവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. കാരണം സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. സ്വർഗം അതിൻ്റെ ലോകമല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉദിനലഹും ഫീ ദുഖൂലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുവാദം കിട്ടും. അപ്പോൾ ഹൃദയത്തിലുള്ളതൊക്കെ ഊരിയെടുത്തിട്ടാണ് പിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പെർമിഷൻ കിട്ടുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സന്തോഷം നൽകുന്നൊരു വാക്ക്, ഫവല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദ് നബിയുടെ ആത്മാവ് ഏതൊരു റബ്ബിൻ്റെ കൈകളിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം. ല അഹദുഹും അഹ്ദാ ബിമൻസിലിഹി ഫിൽ ജന്നതി മിൻഹു ബിമൻസിലിഹി കാന ഫിദ്ദുനിയാ. ദുനിയാവിലുള്ള വീട് എത്രമാത്രം അവിടേക്കുള്ള വഴി നിങ്ങൾക്കറിയാമോ, അതിനേക്കാൾ സ്വർഗത്തിൽ അവർക്കുള്ള വീടിനെക്കുറിച്ച് അവർക്കറിയാം. അവർ തിരക്കിട്ട് അവരുടെ വീട്ടിലേക്ക് ഓടിപ്പോകുന്നു. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് തന്നെ എൻ്റെ വീട് എവിടെയാണെന്ന് നിങ്ങൾ ലൊക്കേഷൻ ഇട്ട് നോക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നർത്ഥം. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകത്ത് അള്ളാഹു നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ വീട്, ദുനിയാവിൽ നമുക്ക് പരിചയമുള്ള വീട്ടിലേക്ക് നമ്മൾ എങ്ങനെയാണോ ഓടിപ്പോകുന്നത്, അതേപോലെ സ്വർഗത്തിൽ അവർ ഓടി അവരുടെ വീട്ടിലേക്ക് പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ആ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി സമയമുണ്ടോ? ബാങ്ക് കൊടുത്ത് ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുകളും അതിൻ്റെ തഫ്സീറും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. ചുരുക്കത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തിയാളുന്ന നരകാഗ്നിയിൽ നമുക്ക് പ്രവേശിക്കണ്ട. ഇത്രയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടും, ഇതൊക്കെ പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടും പിന്നെയും ആ നരകത്തിലേക്ക് പോവുക എന്നുള്ളത് വല്ലാത്തൊരു നഷ്ടം തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാനും നിങ്ങളും തീരുമാനമെടുക്കുക, ആ നരകത്തിലേക്ക് പോകുന്ന ഒരു വഴികളിലും പ്രവേശിക്കാതെ, ഇബ്ലീസിൻ്റെ ഒരു കെണിയിലും പെട്ടുപോകാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. അതിന് ദീന് പഠിക്കണം, ഇസ്ലാം എന്താണെന്ന് പഠിക്കണം, ഈമാൻ എന്താണെന്ന് പഠിക്കണം, അത് പ്രാവർത്തികമാക്കണം.
നമ്മൾ ഇസ്ലാമിനെക്കുറിച്ച് പറയുമ്പോൾ, ഈമാനിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മെ വിമർശിക്കാൻ, പരിഹസിക്കാൻ, ഒറ്റപ്പെടുത്താൻ ആളുകളുണ്ടാകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇനിയുള്ള കാലഘട്ടം സബറിൻ്റെ കാലഘട്ടം വരാനുണ്ട് എന്നാണ്. അത് പിന്നീട് വരുന്നവരെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അക്കാലഘട്ടത്തിലുള്ളതിനേക്കാൾ പരീക്ഷണങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാവുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അയ്യാമുസ്സബർ, ക്ഷമയുടെ നാളുകളാണത് എന്നാണ്. അങ്ങേയറ്റം ക്ഷമിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് നിങ്ങൾ ഇസ്ലാമിനെ മുറുകെ പിടിച്ചാൽ, ആളുകൾ പറയുന്നത് ശ്രദ്ധിക്കാതെ നിങ്ങൾ ആദർശത്തെ മുറുകെ പിടിച്ചാൽ 50 സ്വഹാബത്തിൻ്റെ പ്രതിഫലം അവർക്കുണ്ടാകുന്നതാണ്. 50 ആളുകളുടെ പ്രതിഫലം ഒരാൾക്ക്. സ്വഹാബികൾ ചോദിച്ചു, നബിയേ അമിന്ന അമിൻഹും, ഞങ്ങളിൽ നിന്നാണോ അതല്ല പിൽക്കാലഘട്ടത്തിൽ വരുന്ന ഒരാളുടെ അങ്ങനെയുള്ള 50 ആളുകളാണോ? കാരണം സ്വഹാബികളെക്കാൾ നമുക്കറിയാം സ്വഹാബത്തിൻ്റെ താഴെയാണ് പിന്നീട് വരുന്നവരൊക്കെ. അങ്ങനെയുള്ള സാധാരണക്കാരായ 50 ആളുകളാണോ അതല്ല സ്വഹാബികളുടെ കൂട്ടത്തിലുള്ള 50 ആളുടെ പ്രതിഫലമാണോ? എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി? നിങ്ങളുടെ കൂട്ടത്തിൽ 50 ആളുടെ പ്രതിഫലം. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ 50 ആളുകളുടെ പ്രതിഫലം കിട്ടും, ചില്ലറ പ്രതിഫലമൊന്നുമല്ല. അതുകൊണ്ട് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ദീനറിയാത്ത ആളുകൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. ലോകം വാദിച്ചു കൊണ്ടിരിക്കും, ഇസ്ലാമിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവർ ചർച്ച ചെയ്യും. പതറാൻ പാടില്ല. അയ്യാം സബറാണ്, ക്ഷമയുടെ നാളുകളാണ്. ക്ഷമിക്കൂ, അടിയുറച്ചു നിൽക്കൂ ഇസ്ലാമിൽ. ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണ് എന്ന് പഠിച്ച് മനസ്സിലാക്കി തൻ്റെ ഇടത്തോടുകൂടി, ധൈര്യത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുക, റഹ്മാനായ റബ്ബിൽ തവക്കലാക്കിക്കൊണ്ട്. എങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വർഗ്ഗലോകത്ത് പ്രവേശിക്കാൻ സാധിക്കും. അതല്ല ഈ ആളുകളൊക്കെ പരിഹസിക്കുന്നതും പറയുന്നതും കേട്ട് അപകർഷതാബോധത്തോടുകൂടി ഇസ്ലാമിനെ കണ്ട് ഇസ്ലാമിൻ്റെ പല ചിഹ്നങ്ങളെയും ഒഴിവാക്കി ഒരു അഴകൊയമ്പൻ മുസ്ലിമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പരലോകം വലിയ നഷ്ടമായി തീരും. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.